We are going to do our next session. मैं खुदावन का शुक्रिया अदा करता हूँ सुंदर समय के लिए, समय की नज़ाकत को अच्छी तरह पहचान कर आपके साथ खुदावन की महिमा सिताइश करने का जो मौका फजल हुआ उसके लिए मैं खुदावन का शुक्रिया अदा करता हूँ. കർത്താവ് നൽകി തന്നതായിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. वसीयतनामे पर आज मैं किसी भी तौर से शायद अंग्रेजी नहीं बोलूंगा, लेकिन मैं ज्यादा हिंदी में बात करूंगा क्योंकि आप लोग बहुत हिंदी भाषी यहाँ पर हैं और मेरे भाई जो हैं उसे मलयालम में ट्रांसलेट कर रहे हैं. പാസ്റ്റർ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നതായിരിക്കും, ഞാൻ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. लेकिन मेरी हिंदी चूंकि बहुत ही शुद्ध है तो ये समझता हूँ कि आप लोगों को बहुत मुश्किल भी जाएगी क्योंकि मैं पक्का मध्य प्रदेशी हूँ. मैं खड़ी हिंदी नहीं बोलता हूँ, बिल्कुल शुद्ध हिंदी है मेरी. ഞാൻ ഒരു മധ്യപ്രദേശുകാരനാണ്, അതുകൊണ്ട് തന്നെ വളരെ ശുദ്ധമായ ഹിന്ദിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഹിന്ദി ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. क्योंकि पक्का लिटरेचर है, കാരണം എഴുത്ത് ഭാഷയായിരിക്കുന്ന ഹിന്ദിയാണ് ഞാൻ तो സംസാരിക്കുന്നത്. इसलिए आप उस चीज का जरूर गौर करें और हम ये दुआ करेंगे कि हमारी जिंदगी में आज का ये लम्हा बहुत ही आशीषमय हो. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ കൂട്ടായ്മ നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ്. लेकिन कोशिश ये करूंगा कि मैं टाइटल इंग्लिश में बोलूं ताकि आप लोगों को टाइटल इंग्लिश और हिंदी दोनों में समझ में आए. ഞാൻ എന്റെ ടൈറ്റിലുകൾ, മെസ്സേജിന്റെ ടൈറ്റിലുകൾ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും. കാരണം അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും, മലയാളത്തിലും ഹിന്ദിയിലും ഉള്ളവർക്ക് അത് കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. हो सके तो ये नोट्स आप जरूर रखें क्योंकि नोट्स बहुत इंपॉर्टेंट है. നിങ്ങളുടെ നോട്ട്സ് എഴുതുവാൻ ശ്രമിക്കണം. കാരണം ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. क्योंकि एक बार पास्टर के जोई मलयालम में ये प्रीच कर रहे थे, उन्होंने मलयालम में ऐसा बोला. ഒരിക്കലും പാസ്റ്റർ കെ ജോയ്, ഡൽഹിയിലെ ശുശ്രൂഷിക്കുന്ന കെ ജോയ് എന്ന് പറയുന്ന ദേവദാസൻ താൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നോട്ട് നമ്മൾ എഴുതുമ്പോൾ എഴുതിയില്ലെങ്കിൽ മറന്നു പോകും, എഴുതിയാൽ പറന്നു പോകും. जब हम नोट लिखते हैं, हमें वो अगर नहीं लिखते हैं तो वो उड़ जाते हैं, अगर आप नहीं लिखते तो हम भूल जाते हैं, परंतु लिखा होता तो वो उड़ जाएंगे, उड़ जाते हैं. तो ऐसा होता है, इसलिए अच्छा है क्योंकि अगर आपको लंबे समय तक इसे याद रखना है, जहन में रखना है, तो निश्चित रूप से इसकी आप तफवीश करें कि उसे आप लिख सकें. നിങ്ങൾ ഈ പറയുന്ന മെസ്സേജ് നിങ്ങൾ ഓർത്തു വെക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതിയെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് എഴുതുവാൻ ശ്രമിക്കുക. तो हम ये थीम को अपने दिमाग में, जहन में रख के बात कर रहे हैं कि हमें मसीह यीशु के लिए प्रकाशवान होना है. और प्रकाशवान किस तरीके से होना है? प्रकाशवान होना है हम दूसरों के सामने गवाही बताकर. എങ്ങനെ കർത്താവിന് വേണ്ടി പ്രകാശിപ്പാൻ സാധിക്കും, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. അത് കർത്താവിന് വേണ്ടി സാക്ഷികളാകുന്നതിലൂടെയാണെന്ന് നമ്മൾ കേൾക്കാനിടയാണ്. सो आज कल हमने जो पढ़ा था उसको एक बार और मैं रिट्रीट करना चाहूंगा, कारण ये कि हम में से बहुत सारे लोग अब तक भूल चुके होंगे. ഇന്നലെ കേട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപക്ഷെ നിങ്ങൾ അത് മറന്നിരിക്കാം. फाउंडेशन ये था कि how to shine for the Christ, या मसीह के लिए हम कैसे प्रकाशवान हो सकते हैं. എങ്ങനെ കർത്താവിന് വേണ്ടി പ്രകാശിപ്പാൻ ഇടയായി തീരും എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നലത്തെ സന്ദേശത്തിന്റെ. हम कह रहे थे कि शेयर आवर स्टोरी, हमारी कहानियां, हमारी बातें हम दूसरों तक पहुंचाएं. നമ്മൾ നമ്മുടേതായിരിക്കുന്ന കഥ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ നാം മറ്റുള്ളവർക്ക് നമ്മുടേതായിരിക്കുന്ന അനുഭവം നമ്മൾ പങ്കുവെക്കുന്നതിലൂടെ. तो पौलुस ने फिलिपियों की पत्री में किस प्रकार प्रभु यीशु मसीह के सामने हम प्रकाशवान हो सकते हैं, इस चीज को बताने के लिए 3 कहानियां बताई. ഫിലിപ്പിയോന്റെ എഴുത്തില് എപ്രകാരം കർത്താവിന് വേണ്ടി പ്രകാശിക്കാം എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് 3 കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു. उसकी 3 कहानियों में पहली कहानी उसकी खुद की कहानी थी. ഒന്നാമത്തെ കഥ താൻ പറഞ്ഞിരിക്കുന്ന തന്റെ തന്നെ കഥയാണ്. कि किस प्रकार वो अपने आप का स्वयं त्याग करता है या स्वयं अपने आप को खाली करता है. ആമേൻ. തന്നെ എങ്ങനെ താൻ ഒഴിച്ചു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് താൻ ആദ്യമായി പറയുന്നത്. ठीक है, तो उसमें सेल्फ एम्प्टिंग हमने सुना था. അത് സെൽഫ് എംപ്റ്റിങ് എന്നുള്ള പദത്തിലൂടെയാണ് നമ്മൾ. फिर हमने ये सुना था कि ठीक है, अगली कहानी उसने तीमुथियुस के बारे में कहा. രണ്ടാമത്തെ കഥ താൻ പറഞ്ഞിരിക്കുന്നത് തിമോത്തിയസിനെ കുറിച്ചാണ്. कि कैसे वो सेल्फ डिनायल की तरफ चला गया और वो ये पता लगा कि कैसे उसने स्वयं अपने आप का त्याग किया. രണ്ടാമതായി തിമോത്തിയോസിനെ കുറിച്ച്
കുറിച്ച് പറഞ്ഞ തിമോത്തിയോസ് എങ്ങനെ തന്നെ ത്യജിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് താൻ രണ്ടാമത്തെ കഥ പറഞ്ഞിരിക്കുന്നത്. तीसरी कहानी उसने एपिफ्रोडाइटस के बारे में कहा. മൂന്നാമത്തെ കഥ താൻ പറഞ്ഞിരിക്കുന്ന എപ്പഫ്രോദിത്തോസിനെ കുറിച്ചാണ്. और इस प्रकार से कहा कि किस प्रकार एपिफ्रोडाइटस वो अपनी जिंदगी में सेल्फ सैक्रिफाइसिंग रहा या फिर स्वयं बलिदान. എങ്ങനെ എപ്പഫ്രോദിത്തോസ് തന്നെ ഒരു ബലിയായിട്ട് ദൈവസന്നിധിയിൽ തന്നെ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള കഥയാണ് പൗലോസ് മൂന്നാമതായിട്ട് പറയുന്നത്. आज भी मैं फिलिपियों की पत्री में वापस आ रहा हूं. ഞാൻ ഇന്നും ഫിലിപ്പിയോं की പത്രിയിലാണ് ഞാൻ മടങ്ങി പോകാനാണ്. आप में से कितने लोग उसके कॉन्टेक्स्ट जानते हैं? मैं नहीं जानता. നിങ്ങളിൽ എത്ര പേര് അതിന്റേതായിരിക്കുന്ന പശ്ചാത്തലം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. लेकिन इसका कॉन्टेक्स्ट बड़ी दिलचस्प है. പക്ഷെ അതിന്റേതായിരിക്കുന്ന ആ പശ്ചാത്തലം വളരെ മനോഹരമായതാണ്. इसकी स्टोरी बहुत अच्छी है. അതിന്റെ കഥ വളരെ മനോഹരമായി. सुनना पसंद करेंगे आप? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. क्योंकि फिलिपियों की जो कॉन्टेक्स्ट है, मैं जब भी मेरे पैस्टोरल मिनिस्ट्री में जब मैं निराश होता हूँ, पैस्टोरल मिनिस्ट्री में मैं जब डाउन होता हूँ, तो मैं हमेशा फिलिपियों की पत्री का कॉन्टेक्स्ट पढ़ता हूँ. ഞാൻ എന്റെ പാസ്റ്റർ മിനിസ്ട്രിയിൽ എപ്പോഴൊക്കെ നിരാശനാവാറുണ്ടോ അല്ലെങ്കിൽ വിഷമത്തിലൂടെ പോകാറുണ്ടോ അപ്പോഴൊക്കെ ഈ ഫിലിപ്പിയോക്ക് പത്രിയുടെ പശ്ചാത്തലം ഞാൻ ചിന്തിക്കാറുണ്ട്. അത് വളരെ മനോഹരമായിരിക്കുന്നു. तो मैं आपको बताता हूँ क्या हुआ. ഞാൻ പറയാം എന്താ സംഭവിച്ചിരിക്കുന്നത്. पौलुस अपनी दूसरी मिशनरी जर्नी में, പൗലോസ് തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ്. और दूसरी मिशनरी जर्नी में, अच्छा पौलुस की मिशनरी जर्नी पूरे यहूदियों के लिए था. बाय द वे, इफ यू डोंट नो, वो यहूदियों के लिए मिशनरी जर्नी कर रहा था. പൗലോസ് തന്റെ മിഷണറി യാത്രകൾ നടത്തിയിരിക്കുന്ന യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ്. तो एक सेकंड मिशनरी जर्नी वो गया, രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ ആയിരിക്കുന്നു. वो एक जगह पहुंचा, लिस्ट्रा करके एक जगह में पहुंचा. वहां पर लुस्त्रा എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താൻ എത്തി. और जब वो वहां पहुंचा तो इसका बाद में आप पढ़ सकते हैं, प्रेरितों का काम उसका 16वां अध्याय में एक कहानी है. അപ്പോസ്തല പ്രവൃത്തികൾ 16ാം അധ്യായത്തിലാണ് ഈ കഥ നമ്മൾ വായിക്കുന്നത്. अभी मत पढ़िए, ഇപ്പോ നമ്മൾ വായിക്കേണ്ട मुझे ആവശ്യമില്ല. मालूम है आपने सुबह बाइबल नहीं पढ़ा, നിങ്ങൾ രാവിലെ ബൈബിൾ വായിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. इसलिए अभी कोई बाइबल नहीं पढ़ना, പക്ഷേ ഇപ്പോ വായിക്കാൻ നോക്കണ്ട. अभी सुनेंगे. നിങ്ങൾ ദൈവവചനം കേട്ടാ മതി. ठीक है. तो क्या हुआ कि ये लिस्ट्रा में जब पहुंचा, ലുസ്ത്രയിൽ താൻ എത്തിച്ചേർന്നതായ वो സമയം देख रहा है कि कहां ज्यूस लोग ज्यादा है. അവിടെ എവിടെയാണ് യഹൂദന്മാരെ ഒരുമിച്ച് കിട്ടുന്നത് താൻ उसको നോക്കി. पता है कि कहां कौन सी सिटी में ज्यादा ज्यूस है. ഏതെല്ലാം പട്ടണങ്ങളിലാണ് കൂടുതൽ യഹൂദന്മാരുള്ളതെന്ന് എനിക്കറിയാം. तो बिथुनिया जैसे एक जगह में वो जाना चाहता था. വിദുന്യ കർത്തയ്ക്ക് സ്ഥലത്തിന് താൻ പോകാൻ ആഗ്രഹിച്ചു. उस समय रात को सोते वक्त പക്ഷെ രാത്രി താൻ ഉറങ്ങുന്നതായ സമയത്ത് उसने एक सपना देखा. താൻ ഒരു സ്വപ്നം കണ്ടു. सपने में उसने यहूदी को नहीं देखा, അവിടെ യഹൂദന്മാരെ അല്ല താൻ കണ്ടത്. उसने एक ब्लैक को देखा. वहां पर एक काला व्यक्ति ഒരു കർമ്മനെയാണ് താൻ കണ്ടത്. या तो वो देखा तो यार ये तो कुछ और ही दिख रहा है. താൻ ചിന്തിച്ചു ഇത് ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യമാണല്ലോ. मैं तो गॉस्पेल लेके यहूदियों के लिए जा रहा हूँ. ഞാൻ യഹൂദന്മാർക്ക് സുവിശേഷം അറിയിക്കാനാണ് പോകുന്നത്. एक काला बुला रहा है उसको, इधर आ जाओ हमारी मदद करो. ഇവിടെ ഇതാ ഒരു കറുമ്പൻ തന്നെ വിളിക്കുന്നു ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന്. और उसमें दिख रहा है कि वो बोल रहा है कि मैसिडोनिया में आ जाओ, मकीदुनिया में आ जाओ. तो मकीदुनिया के लोग काले लोग थे. മക്കതോനിയയിലേക്ക് വരുന്ന ഞങ്ങളെ സഹായിക്കുക എന്ന് അവിടെ പറയുന്നതായിരിക്കുകയാണ് സ്വപ്നം താൻ കണ്ടത്. മക്കതോനിയക്കാരെ കരമ്പരായത്. So they are not Jews. അവർ യഹൂദന്മാരല്ല. तो ये पौलुस को लगा यार ये क्या हो रहा है, मैं तो अच्छे खासे यहूदियों के पीछे घूम रहा हूँ, ये काला क्यों बुला रहा मुझे. താൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ നല്ല രീതിയിൽ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കർമ്മൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത്. क्या ये बाइबल आपने कालों को भी लिया कि तू ഈ ബൈബിൾ ഞാൻ കർമ്മർക്ക് വേണ്ടി കൂടെ എഴുതണം. सुसमाचार क्या उनको भी दूंगा. ഞാൻ അവർക്ക് സുവിശേഷം അറിയിക്കണമോ. लेकिन एक बात पौलुस को समझ में आ गया പക്ഷെ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. कि मेरी जो बुलाहट है उसमें खुदा ने एक बदलाहट दे दिया. അവൻ എന്നെ ദൈവത്തിന്റെ വിളിയിൽ ദൈവം ഒരു മാറ്റം നൽകി തന്നിരിക്കുക. जिंदगी में एक बात का ध्यान रखे अजीजों. അവൻ എന്റെ പ്രിയരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തെ എപ്പോഴും ഓർക്കുക. हमें लगता है कि हमारी बुलाहट अपने दिमाग के हिसाब से कुछ एक विशेष लोगों के लिए है. അവൻ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടേതായിരിക്കുന്ന ചിന്തകൾക്കനുസരിച്ച് ദൈവം അവൻ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വിളികൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. हमारे दिमाग में कुछ लोग हैं, നമ്മുടെ മനസ്സിൽ ചില ആളുകളുണ്ട്. ऐसे लोग, ഇങ്ങനെയുള്ള अच्छे दिखने वाले लोग, നല്ല രീതിയിൽ अच्छे पैसे वाले लोग, നല്ല കാശുള്ള ആളുകൾ, और बहुत ही बिल्कुल अपने आप को बहुत
पारंपरिक तौर से चलाने वाले लोग। അവൻ നല്ല ട്രഡീഷൻ ആയിട്ട് തങ്ങളെ തന്നെ നിലനിർത്തുന്ന ആളുകള് कुछ साल तक तो मेरे अंदर भी यही था कि सिर्फ मलयाली लोग ही स्वर्ग में जाएंगे, എന്റെ ഉള്ളിലും അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു, മലയാളികൾ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്നത് ഞാൻ क्योंकि ചിന്തിച്ചു. मलयालियों से जब मैं सुनता हूँ तो उसे ऐसा लगता है कि सिर्फ मलयाली ही जाएगा, दूसरा कोई जाएगा ही नहीं। മലയാളികളിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നത് അവൻ മലയാളികൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. लेकिन बाइबल ज्यादा पढ़ने पर मालूम चला कि मलयाली में से कम जाएंगे, बाकी लोग जिसे ज्यादा जाएंगे। പക്ഷെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മലയാളിയിൽ നിന്ന് വളരെ കുറച്ചേ പോകത്തുള്ളൂ, ബാക്കിയുള്ളവരാ കൂടുതൽ പോകുന്നത്. सबके सब जजमेंटल है। കാരണം എല്ലാവരും ന്യായം വിധിക്കുന്നവരാ മലയാളികൾ. कौन कौन क्या पहना, कौन क्या देखा, ആര് എന്താ कौन क्या खाया, ആരാ എന്താ कौन ने ഉടുത്തിരിക്കുന്നത്, कैसा किया, അവരെന്താ ഭക്ഷിക്കുന്നത്, ഇതെല്ലാം मैं भी परेशान हो गया। ഞാനും വളരെ പരേശാനാണ്. फिर मैं धीरे से उनको छोड़ दिया भाई। ഞാൻ അവൻ നെല്ലാം വിട്ടു. कहने का मतलब ये कि कई बार हमें ऐसा लगता है कि हमारे दिमाग में कुछ लोग हैं, केवल वो ही जाएंगे। നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു കൂട്ടം ആളുകൾ അവർ മാത്രമാണ്, അവർക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. पौलुस ने सोचा यहूदी लोग ही जाएंगे, പൗലോസ് ചിന്തിച്ചത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. लेकिन खुदा के दिमाग में कुछ और था। പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറ്റൊന്നായിരുന്നു. दोस्तों मेरे अजीजों, उस दिन पौलुस को वो जो दर्शन दिया, उस दिन पौलुस की बुलाहट यहूदियों से हटकर अन्य जातियों के लिए चला गया। അവൻ ഈ സ്വപ്നം പൗലോസിന് കിട്ടിയത് മുതൽ യഹൂദന്മാരിൽ നിന്ന് തന്റെ ശുശ്രൂഷ അന്യ ജാതികളിലേക്ക് മാറ്റപ്പെടുവാൻ. इसलिए आज मैं और आप परमेश्वर की आराधना कर रहे हैं। അതുകൊണ്ടാണ് ഞാൻ നീയും ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. कितने लोग सोचते हैं कि हम आज आराधना कर रहे हैं, क्यों कर रहे हैं? എത്ര പേര് ചിന്തിക്കുന്നു നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ദൈവത്തെ എന്തുകൊണ്ടാണ് നമ്മൾ कोई ആരാധിക്കുന്നത്? यहूदी लोग नहीं थे। നമ്മൾ ആരും യഹൂദന്മാരല്ല. आपको क्या लगता है जितने सुरियानी क्रिश्चियन से सब यहूदी लोग थे? സാറേ സിറിയൻ ക്രിസ്ത്യൻസ് യഹൂദന്മാരാണെന്നാണ് ചിന്തിക്കുന്നത്. हमारा रूट किसको पता क्या था? അവൻ നമ്മുടേതായിരിക്കുന്ന പേരുകൾ എന്താണെന്ന് ആർക്കറിയാം? हमें एक चीज पता है, പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, हम पापी थे, നമ്മളെല്ലാവരും പാപികളായിരുന്നു. सब पापी थे। നമ്മളെല്ലാവരും പാപികളായിരുന്നു. लेकिन खुदावन का शुक्रिया अदा करता हूं कि हम पापी होकर जब खड़े थे, वहां से खुदा ने हमें छुड़ा कर अलग कर दिया। നമ്മൾ പാപികളായിരുന്നപ്പോൾ കർത്താവിന്റെ സുവിശേഷം അവൻ പാപത്തിൽ നിന്ന് വിടുവിച്ച് कितने लोग प्रभु को धन्यवाद മക്കളാക്കി തീർത്തു. करें? कितने लोग प्रभु को धन्यवाद करें? അവൻ ദൈവത്തിന്റെ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. आज के दिन में एक बात में हमेशा दिमाग में रखें, അവൻ ഇന്ന് പകൽക്കാലം ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ हम इस लायक तो थे नहीं कि उसको अब्बा पिता पुकार सके, നമ്മുടെ ഇസ്രായേൽ മക്കളല്ലായിരുന്നു ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ. लेकिन उसने आज हमें अब्बा पिता पुकारने का हक देकर बेटा और बेटी बनाकर खुदा की महिमा कराने के लिए बैठा दिया। मैंने खुदावन का शुक्रिया अदा പക്ഷേ किया। ഇന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവം തന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാൻ, Can we just worship the name of the Lord? അവൻ ആ ദൈവത്തെ നമുക്കൊന്ന് When ആരാധിക്കാം. I think about this, അവൻ ഇതൊന്ന് ഓർത്തുകൊണ്ട്, when I think about this, ഇതൊന്ന് ഓർത്തുകൊണ്ട് I praise God for what He has given to അവൻ me. ദൈവം ചെയ്തതായിരിക്കുന്ന The നന്മകൾ cross of Calvary is a one embodiment of love for us. അവൻ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ച നിമിത്തം കർത്താവ് നമുക്ക് തന്നതായിരിക്കുന്ന ഭാഗ്യത്തിനായി हम इस लायक तो थे नहीं कि उसको अब्बा पिता पुकारते, അവൻ നമ്മുടെ യഹൂദന്മാരല്ലായിരുന്നു ദൈവത്തെ അബ്ബാ പിതാവേ. लेकिन आज हम खुदावन के बहुत ही करीब लोग हैं, പക്ഷേ ഇന്ന് ദൈവത്തിന്റെ വളരെ അടുത്ത് നിൽക്കുന്ന क्योंकि ആളുകളായി कालवरी क्रूस पर जो खून बहाया वो केवल यहूदियों के लिए नहीं, लेकिन दुनिया के हर अन्य जातियों के लिए। उसमें मेरा नाम था, उसमें आपका नाम था, उसमें आपके बच्चों का नाम था, उसमें रॉक ऑफ द नेशन था, उसमें कैलिफोर्निया है, उसमें ये सैन फ्रांसिस्को है, उसमें हर जगह है। आप और मैं उसके चित्रों में है। അവൻ കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ രക്തം ചിന്തിയതായ സമയത്ത് അതുവരെ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും നിനക്കും റോക്ക് ഓഫ് ദ നേഷനും അവൻ സാൻ ഫ്രാൻസിസ്കോയ്ക്കും ലോസ് ആഞ്ചലസിനും അവൻ സകല മാനവ ജാതിക്കും വേണ്ടി കർത്താവായ യേശു തന്റെ രക്തം കാൽവരി ക്രൂശിൽ യാഗമായി ഒഴുക്കി. हालेलुया, ഹല്ലേലൂയ, ഹല്ലേലൂയ. तालियां बजा के प्रभु की महिमा करेंगे। അവൻ കരങ്ങളടിച്ച് ദൈവത്തെ अन्य भाषाओं में प्रभु की महिमा करें, അവൻ പകൽക്കാലം ദൈവത്തെ अन्य भाषाओं में प्रभु की महिमा करें। അവൻ അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. We worship you, God. ഞങ്ങളെ We ആരാധിക്കുക. give you glory. അവൻ ഞങ്ങളുടെ We നാമത്തെ give you honor. മഹത്വപ്പെടുത്തുന്നു. We give you honor. സകല മഹത്വവും ബഹുമാനവും അങ്ങേക്ക് മാത്രം കർത്താവേ. നാമത്തെ ഞങ്ങൾ ആരാധിക്കുക. ഓ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുക.
देखकर पौलुस सुबह उठता है। ഈ ദർശനം കണ്ടുകൊണ്ടാണ് രാവിലെ പൗലോസ് എഴുന്നേൽക്കുന്നത്. उसका सारा मैपिंग खत्म हो गया, തന്റേതായിരിക്കുന്ന ആ മാപ്പിംഗ്, താൻ ചിന്തിച്ചതായിരിക്കുന്ന പ്ലാൻ മുഴുവൻ മാറി. उसका स्केड्यूल बदल गया, തന്റേതായിരിക്കുന്ന ആ പ്രവർത്തന പദ്ധതികളെല്ലാം മാറി. उसने स्केड्यूल अगला यहूदी था, അടുത്ത തന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത യഹൂദനാണ്. लेकिन खुदा बोलता है मैसिडोनिया जा। പക്ഷെ ഇപ്പൊ കർത്താവ് പറയുന്നത് മക്കദോനിയയിലേക്ക് പോവാ. मैसिडोनिया उसको पता ही नहीं, പക്ഷെ തനിക്ക് മാസിഡോണിയ എവിടെ അറിയത്തില്ല, जाना भी नहीं चाहता है। അവിടെ പോകാൻ താൻ ആഗ്രഹിച്ചത് പോലുമില്ല. उसका एक और कारण भी है, പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. अभी तक हर मिशनरी जर्नी में वो जब ज्यूस के पास गया सबसे पहले सिनेगोग जाता है। തന്റെ ശുശ്രൂഷയിൽ എപ്പോഴെല്ലാം യഹൂദന്മാരുടെ അടുക്കിലേക്ക് പോയിരുന്നുവോ ആദ്യം താൻ പോകുന്നത് സിനഗോഗിലേക്കാണ്. सिनेगोग में जाकर यहूदियों से बात करता है, അവിടെ പള്ളികളിൽ പോയിട്ട് അവരുമായിട്ട് താൻ സംസാരിക്കും. क्योंकि वो उसको पता है ना कि उसका बैकग्राउंड भी वही है। क्योंकि പൗലോസിന്റെയും പശ്ചാത്തലം എന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലമാണ്. मूसा का बैकग्राउंड लेके आएगा, അവൻ മൂസയുടെ കാര്യങ്ങൾ, മോശയുടെ കാര്യങ്ങൾ പറയും, अब्राहम की बातें लेके आएगा, അബ്രഹാമിന്റെ കാര്യങ്ങൾ പറയും, सारे पुराने भविष्यवक्ताओं की बातें लेके आएगा, പഴയ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ താൻ പറയും. आखिरी में लाकर बोलेगा ये सब कुछ यीशु मसीह है। ആമേൻ. അത് താൻ എല്ലാം കൺക്ലൂഡ് ചെയ്തിട്ട് പറയും ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന യേശുവിലാണ്. पूरे के पूरे यहूदी लोग ईसाई बन जाते हैं। ആമേൻ. ആ പൂര യഹൂദന്മാർ മുഴുവൻ യേശുവിൽ വിശ്വസിപ്പാൻ लेकिन ഇടയായി. अभी स्ट्रैटेजी पता नहीं, अभी मैकेडोनिया के क्या करेगा? പക്ഷെ ഇപ്പൊ മക്കദോനിയയിലേക്ക് പോകുന്നത് അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? यहूदी नहीं है वहां पर, അവിടെ യഹൂദന്മാരില്ല, सिनेगोग भी नहीं है, അവിടെ പള്ളിയില്ല. अब प्रीचिंग कैसे करेगा? അവിടെ എങ്ങനെ താൻ പ്രസംഗിക്കും? क्योंकि उनको प्रीच करो तो अब्राहम मूसा सब पता है, കാരണം യഹൂദന്മാരോട് പ്രസംഗിക്കുമ്പോൾ ആ മോശയെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ഒക്കെ തന്നെ പ്രസംഗിക്കാം. और इसी वो लोग कनेक्ट हो जाते थे। വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. लेकिन यहाँ पर यहाँ तक किससे बात करें, क्या बात करें? പക്ഷെ ഇപ്പം ഈ കർമ്മനോട് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? लेकिन मैसेज यहाँ शुरू होता है। പക്ഷെ ഇവിടെയാണ് സന്ദേശം ശരിക്കും ആരംഭിക്കാനിടയാണ്. पौलुस को कुछ नहीं पता, പൗലോസിനും ഒന്നും അറിയത്തില്ല. हाथ हिला हिला कर मैसिडोनिया पहुंचा। അവൻ കരം ആട്ടിക്കൊണ്ട് മക്കദോനിയയിൽ എത്തിച്ചേർന്നു. पहला सिटी फिलिप्पी, അവൻ ഒന്നാമത്തെ പട്ടണം ഫിലിപ്പി പട്ടണം. फिलिप्पी शहर में पहुंचा। അവൻ അവിടെ പട്ടണത്തിൽ എത്തിച്ചേർന്നു. सब काले पीले लोग दिख रहे हैं, അവിടെ മുഴുവൻ കറമ്പരും മഞ്ഞ കളറുള്ളവരും. एक भी नहीं दिख रहा यहूदी। പക്ഷെ ഒറ്റ യഹൂദന്മാരെ അവിടെ കാണാനില്ല. करे क्या करे? അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? चलते चलते एक नदी किनारे पहुंचा, അവിടെ ഒരു നദിയുടെ കരയിൽ താൻ എത്തിച്ചേർന്നു. वहां पर एक स्त्री अपने कपड़े में डाई चला रही थी। ആമേൻ. അവിടെ ഒരു കപ്പട തുണി കളർ ചെയ്യുന്നതായ ഒരു സ്ത്രീയെ കണ്ടു. पूछा भाई नाम क्या है? അവൻ തന്നോട് ചോദിച്ചു എന്താ പേര്? लिदिया। അവള് പറഞ്ഞു ലിഡിയ. लुदिया। ലുദിയ എന്നുള്ള പേര്. अच्छा, यीशु मसीह के बारे में सुना? അവളോട് ചോദിച്ചു യേശുവിനെ കുറിച്ച് നിനക്ക് അറിയാമോ? जैसे तू एक कलर चेंज कर रही है ना, അവൻ ഈ കളർ താൻ എങ്ങനെ തുണിയിൽ മാറ്റുന്നുവോ, कोरे कपड़े पर जैसे तूने कलर चढ़ा दिया ना, ഈ ഒരു കളറില്ലാത്ത ഈ തുണിയിൽ നീ കളർ അടിക്കുന്നത് എങ്ങനെയാ? इसी प्रकार तेरी जिंदगी को भी कलरफुल बना देगा यीशु അവൻ मसीह। യേശു ഇതുപോലെ നിന്റെ ജീവിതം കളർഫുൾ ആയി മാറ്റും. लुदिया बोला मेरे जिंदगी में कोई कलर ही नहीं है। അവൻ ലുദിയ പറഞ്ഞു എന്റെ ജീവിതത്തിൽ അവൻ ഒരു കളറും ഇല്ല. हो मेरे जिंदगी में कोई अच्छी चीज है ही नहीं। എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യമില്ല. मैं बिजनेस वुमन जरूर हूँ, അവൻ ഞാൻ ഒരു ബിസിനസ്സുകാരിയാണ്. कपड़ों को बेचती हूँ मैं, ഞാൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന തുണികളെ लेकिन വിൽക്കുന്നു. जिंदगी में कोई कलर नहीं है। പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു നല്ല കളറില്ല. कपड़ों को जरूर मैं कलर चढ़ा देती അവൻ തുണിയിൽ ഞാൻ നല്ല കളർ हूँ, लेकिन जिंदगी में कलर नहीं है। പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു നല്ല കളറില്ല. और उसने प्रार्थना किया, അവൻ പൗലോസ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. पहला व्यक्ति यीशु मसीह को उद्धार करता है। അവൾ ഒന്നാമത്തെ വ്യക്തി ഫിലിപ്പിയിലെ കർത്താവായ യേശു. दोस्तों मैं बताना क्या चाहता हूँ पता है? അവനോട് ഞാൻ പറയാൻ आपकी ആഗ്രഹിക്കുന്നു. स्ट्रैटेजी इंपॉर्टेंट नहीं है, അവൻ നിങ്ങളുടെ പദ്ധതികൾ വളരെ आपका स्केड्यूल इंपॉर्टेंट नहीं है, നിങ്ങളുടെ സ്കെഡ്യൂളുകൾ आपकी प्लानिंग इंपॉर्टेंट नहीं है। നിങ്ങളുടെ പദ്ധതികളൊന്നും ദൈവത്തിന്റെ പ്രേരണ. कॉलिंग के साथ आप जहां खड़े हो जाओगे वहीं पर खुदा अपना काम करना शुरू करेगा। വിളിയോടുകൂടെ നിങ്ങൾ എവിടെ നിന്നാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ऐसा जी कॉलिंग के साथ जहां खड़े हो जाएंगे अपने जैसे 100 को खुदा बना के दे देगा। വിളിയോടുകൂടെ നീ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നെ പോലെ ആയിരക്കണക്കിന് ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും. हालेलुया। हालेलुया। थियोलॉजी की जरूरत नहीं है, അവിടെ തിയോളജിയുടെ ആവശ്യമില്ല. वहां पर जरूरत आपकी एक्सपीरियंस की नहीं है, അവിടെ പരിചയത്തിൻ്റെതായിരിക്കുന്ന वहां ആവശ്യമില്ല. आपकी कहानी की भी जरूरत नहीं होगी, നിങ്ങളുടെ കഥകളുടെ ആവശ്യം അവിടെ ഇല്ല. वहां आपका परंपरा की जरूरत नहीं है, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ ആവശ്യം वहां आपका नॉलेज की जरूरत नहीं है, നിങ്ങളുടെ അറിവിന്റെ ആവശ്യം അവിടെ वहां ഇല്ല. आपकी डिग्रियां काम नहीं आती है। നിങ്ങളുടെ ഡിഗ്രികൾ അവിടെ But when you stand with the calling of Jesus Christ, നിങ്ങളുടെ വിളിയോടുകൂടെ അവിടെ നിൽക്കുന്നു. when you stand right there, God will do the miracles. ദൈവം നിന്നെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു അവിടെ നീ നിൽക്കുമ്പോൾ Friends, I want to let you know today, അവൻ ഇന്ന് നിങ്ങൾ അറിയുക. if you are called by God, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ if you are called by God, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ step up into the calling. അവൻ ആ വിളിയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുക. Take a step of the calling. ആ വിളിയിലേക്ക് കാലെടുത്ത് വെക്കുക. My God says, അവൻ ഞാൻ
Bible say this. ആമേൻ. ദൈവം ഇത് പറയുന്നു. It's not by your hand. ആമേൻ. It's not by your hand. ആമേൻ. നിങ്ങളുടെ കരത്താലല്ല. आपके हाथों से नहीं. നിങ്ങളുടെ കരത്താലല്ല. आपके पैर से भी नहीं. നിങ്ങളുടെ ചൂടുകളിലല്ല. तुम्हारी अपनी कोई शक्ति से नहीं है. നിങ്ങളുടെ ഒരു കഴിവിലുമല്ല. ना तो बल से ना शक्ति से परंतु परमेश्वर की आत्मा के द्वारा. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അത് സംഭവമായി തീരും. हालेलुया. 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 जरुब्बाबेल के सामने खड़े रहने वाले हर पहाड़ को कहते हैं ए पहाड़ तू हट जाएगा, ना तो बल से ना शक्ति से परंतु परमेश्वर की आत्मा से. ജെറുബ്ബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. ആമേൻ. കൃപ എന്ന് ആക്കി വിളിച്ചുകൊണ്ട് നീ അതിന്മേൽ ആണിക്കല്ല് കയറ്റാം. Somebody give a big hand to the Lord. Hallelujah. 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 जब खुदा आपको बुलाता है, ആമേൻ. ഇവിടെ ദൈവം വിളിക്കുക. सामने impossibilities है, ആമേൻ. മുഴുവൻ അസാധ്യതകളാണ് തന്റെ മുന്നിൽ. असंभवताएं हैं, ആമേൻ. ഒന്നും നടക്കാത്തതായിരിക്കുന്നു. मुश्किलातें हैं, വളരെ കഠിനമായിരിക്കുന്ന അവസ്ഥ. पहाड़ होंगे, ആമേൻ. വലിയ आपके പർവ്വതങ്ങളാണ്. परिवार के अंदर मुश्किलातें होंगी, ആമേൻ. നിങ്ങളുടേതായിരിക്കുന്ന കുടുംബത്തിൽ അങ്ങനെ आपके പ്രശ്നങ്ങളാണ്. बच्चों में प्रॉब्लम्स हो നിങ്ങളുടെ सकते हैं, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. आपकी अपनी समस्याएं हो सकती हैं, നിങ്ങളുടേതായിരിക്കുന്ന പ്രശ്നങ്ങൾ. आर्थिक समस्या, ആമേൻ. സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾ. भौतिक समस्या, ആമേൻ. മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ. शारीरिक समस्या. ആമേൻ. ശാരീരികമായിരിക്കുന്ന लेकिन വിഷയങ്ങൾ. मैं आपको एक बात कहना चाहता हूँ, പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. कॉलिंग के साथ आप कदम रखिए. നിങ്ങൾ വിശ്വാസം, നിങ്ങളുടെ വിളിയോടുകൂടെ നിങ്ങൾ കാര്യം हर വെക്കുന്നു. पहाड़ को हटना होगा, ആമേൻ. എല്ലാ हर പർവ്വതങ്ങളും മാറും. पहाड़ को हटना होगा. എല്ലാ പർവ്വതങ്ങളും മാറും. परमेश्वर की आत्मा की सामर्थ में कहना चाहता हूँ, പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ. आपके सामने की पहाड़ को हटना पड़ेगा. ആമേൻ. നിങ്ങളുടെ മുമ്പിലുള്ള പർവ്വതങ്ങൾക്ക് മാറേണ്ടി चाहे വരും. वो कैसा भी क्यों ना हो, ആമേൻ. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, कैसा भी क्यों ना हो, എന്തുമാകട്ടെ, मेरा खुदा उसे हटा सकता है. ആമേൻ. എന്റെ ദൈവം അതിനെ മാറ്റുവാൻ कितने लोग विश्वास करते हैं? എത്ര പേര് വിശ്വസിക്കുന്നു? हालेलुया. परमेश्वर का पवित्र आत्मा मुझसे कहता है, ആമേൻ. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു. यहाँ बैठे हुए कुछ लोग हैं, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട്. मैं आपको हाथ नहीं लगा रहा हूँ, ഞാൻ നിങ്ങളുടെ തലയിൽ लेकिन കൈവയ്ക്കുന്നു. परमेश्वर का आत्मा क्लियरली दिखता है. പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എന്നെ കാണിക്കുക. अगर मेरी आवाज को सुनो, ആമേൻ. എന്റെ ശബ്ദത്തെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ केवल एक स्टेप रखो, ഒരു പടി നിങ്ങൾ മുന്നോട്ട് വെക്കുക. बाकी काम मैं करूंगा. ആമേൻ. ബാക്കിയുള്ള കാര്യം ഞാനാ ചെയ്യുന്നത്. कुछ पहाड़ों को हटाने के लिए मेरा खुद अपने दूतों को भेज रहा है. ആമേൻ. ചില പർവ്വതങ്ങളെ അകറ്റുവാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയക്കുക. हालेलुया. ആമേൻ. कुछ नदियों को बांटने के लिए खुदा दूतों को भेज रहा है. ആമേൻ. ചില നദികളെ വിഭജിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ कुछ അയക്കുക. लाल समुद्र को विभाजित करने के लिए परमेश्वर का स्वर्गदूत उतरा है. ആമേൻ. ചില ചെങ്കടലുകളെ വിഭജിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയക്കുക. हालेलुया. ആമേൻ. വിശ്വസിച്ചേറ്റെടുക്കുക. जिसने आपको देखकर ये कहा कि कभी होगा नहीं, कभी हो नहीं सकता, उसको देखकर खुदा कहता है कि वो संभव है, हर असंभव वो संभव है. यीशु मसीह के वसीले से वो संभव है. ആമേൻ. നിന്നെ നോക്കിക്കൊണ്ട് ഒരുപക്ഷെ പലരും പറഞ്ഞേക്കാം ഇവനാൽ ഒന്നും നടക്കത്തില്ല എന്ന്. പക്ഷെ നിന്നെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ. നിങ്ങൾ ചിലത് നടക്കാനിടയായിരിക്കും. हालेलुया. हालेलुया. कितने लोगों ने खुदा का धन्यवाद. ആമേൻ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു? हालेलुया. हालेलुया. धन्यवाद. हालेलुया. थैंक यू जीसस. ये पहाड़ तर जाएगा, ये पहाड़ तर जाएगा, ये पहाड़ तर जाएगा, पर मेरी आत्मा के द्वारा. ना तो बल से ना शक्ति से, पर तेरी आत्मा के द्वारा. विश्वास बोलो. വിശ്വാസ തോട് ना तो बल से ना शक्ति से, पर मेरी आत्मा के द्वारा. ये बीमारी चल जाएगा, ये बीमारी चल जाएगा, ये बीमारी चल जाएगा,
कितने लोग विश्वास करते हैं? എത്ര പേര് വിശ്വസിക്കുന്നു? Amen. ആമേൻ. स्ट्रैटेजी नहीं था. അവൻ അവിടെ ഒരു പദ്ധതികൾ തന്നെ എന്റെ കയ്യിലില്ല. मैं अपने सब्जेक्ट से बाहर हट गया. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുക. मैं सब्जेक्ट में वापस आऊंगा. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി. मुझे ऐसा लगता है कि पवित्र आत्मा किसी से बात कर रहा है. ആമേൻ. എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ സംസാരിച്ചു. मेरा स्केड्यूल पीछे. ആമേൻ. എന്റെ സ്കെഡ്യൂൾ ബാക്കിൽ पवित्र आत्मा आगे. ആമേൻ. പരിശുദ്ധാത്മാവാണ്. लेकिन मैं सब्जेक्ट में आऊंगा. ആമേൻ. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരും. लेकिन मैं कुछ पवित्र आत्मा मुझे कुछ और तरीके से लेके चल रहा है. ആമേൻ. പക്ഷേ ഇന്ന് പകലില് ദൈവത്തിന്റെ ആത്മാവ് ചില പ്രത്യേക രീതിയിൽ മുന്നോട്ട് तो लिदिया विश्वास में आ गई और उसके घर में चर्च स्टार्ट हो गया. ആമേൻ. ലുദിയ വിശ്വാസത്തിൽ വന്നു. അവരുടെ ഭവനത്തിൽ ഒരു മീറ്റിംഗ് തുടങ്ങി. अब चर्च सिनेगोग में स्टार्ट नहीं हुआ. ഈ പ്രാവശ്യം एक पापिनी स्त्री के घर में शुरू हुआ. സിനഗോഗിലല്ല സഭ ഫിലിപ്പിയിൽ ആരംഭിച്ചത്. പക്ഷേ ഒരു പാപിയായിരിക്കുന്ന സ്ത്രീയുടെ ഭവനത്തിലാണ് ആരംഭിച്ചത്. एक बात का ध्यान रखें. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. God doesn't do in a same pattern, but He changes the pattern if you are ready to believe. ദൈവം ഒരേ രീതിയിൽ എല്ലാ സമയത്തും പ്രവർത്തിക്കണമെന്ന് നമ്മുടെ നിർബന്ധം പിടിക്കരുത്. ദൈവം തന്റെ രീതികൾക്കനുസരിച്ച് പല സന്ദർഭങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്ന ദൈവമാണ്. तो एक ये नदी किनारा तो हो गया. ഈ നദിയുടെ കിനാരയിൽ അവരുടെ മീറ്റിംഗ് കഴിഞ്ഞു. अब पौलुस को मालूम नहीं क्या करना है. ഇനിയിപ്പം എവിടെയാ പോകുന്നത്? कुछ नहीं मालूम. തനിക്ക് പോകാൻ എവിടെയാന്ന് അറിയത്തില്ല. सड़क में वॉक के लिए निकला. സ്ട്രീറ്റിലൂടെ നടക്കുക. वॉक कर रहा है. സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. तो एक स्त्री वहां से बोल रही है, अरे देखो ये जा रहा है परमेश्वर का महान परमेश्वर का बंदा है ये. वो चीख चीख के चिल्लाने लगी. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, ഇതാ വലിയ ദൈവത്തിന്റെ ദാസൻ ഇതാ ഇതിലൂടെ നടന്നു പോകുന്നു എന്ന് വളരെ ഉച്ചത്തിൽ. तो ये स्त्री कौन है पूछा. ഞാൻ ചോദിച്ചു, ഈ സ്ത്രീ ആരാ? ये एक ऐसी स्त्री है जिसके अंदर दुष्ट आत्मा है. അവർ അങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നു. എങ്ങനെയാണെന്ന് അറിയാം, അവരുടെ ഉള്ളിൽ ഒരു ദുഷ്ടാത്മാവ് ഉണ്ടായിരുന്നു. ये स्त्री एक स्लेव थी. അവൾ ഒരു അടിമയായിരുന്നു. और स्लेव को पालने वाले मास्टर्स थे. അവിടെ നോക്കി നടത്തുന്ന യജമാനന്മാരുണ്ട്. तो हाथ देकर या फिर नबूवत कर कर दुष्टात्मा के जरिए ये लोगों को अपना भविष्य बताती थी. ഇവളുടെ പണി എന്ന് പറയുന്നത് ഇവള് പല രീതികളിൽ ആളുകൾക്ക് അവരുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. और मास्टर्स पैसा बनाते थे. ആ പണം മുഴുവൻ കിട്ടുന്നത് അവരുടെ യജമാനന്മാരാണ്. सो ऐसा करते करते जब ये पीछे पीछे पॉल के चले, ये भी वॉक करने लगी. അവൻ പൗലോസ് നടക്കുന്നതിന്റെ പിന്നാലെ ഈ സ്ത്രീ നടക്കാൻ തുടങ്ങി. अरे महान परमेश्वर का दास है, इसकी सुनो. അല്ലാ, മഹാനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക. परमेश्वर के कॉल से जब पौलुस निकला तो इसका इंट्रोड्यूस करने वाला उस शहर की भविष्य बोलने वाली स्त्री थी. ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് ചൂടുകളെ വെച്ചതായ സമയത്ത് ആ ദൈവത്തിന്റെ ദാസനെ കുറിച്ച് വിളിച്ചു പറയാൻ വേണ്ടി ദൈവം ആ പട്ടണത്തിലെ ഭാവിയെ കുറിച്ച് പ്രവചിക്കുന്ന क्योंकि सबको स्त्री का नहीं पता. കാരണം എല്ലാവർക്കും ഈ സ്ത്രീയെ കുറിച്ച് അറിവുണ്ട്. बिल्कुल करेक्ट भविष्य बताती है. കാരണം അവളെ വ്യക്തമായിട്ട് ഭാവിയെ കുറിച്ച് പറയും. सबसे बड़ा इंट्रोडक्शन और कौन दे सकता है. ഇതിനേക്കാൾ നല്ല ഇൻട്രൊഡക്ഷൻ വേറെ ആരെയാ വേണ്ടത്? अभी तक वो सिनेगोग में गया तो किसी ने इसको इंट्रोड्यूस नहीं किया. അവൻ സിനഗോഗിൽ താൻ ഇത്രയും നാൾ പോയി, പക്ഷെ ആരും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആയിട്ടില്ല. जहां इंट्रोड्यूस करने के लिए कोई नहीं था, वहां पर शैतान के जरिए उसे इंट्रोड्यूस करवा दिया. ഇവിടെ ഇതാ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരും ഇല്ലാത്ത സ്ഥാനത്ത് പിശാച് ബാധിച്ചതായ ഒരു സ്ത്രീയെ കൊണ്ട് ദൈവം जानते मैं क्या कहना चाह रहा हूं. ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? जब आप खुदा की मर्जी के मुताबिक कदम നിങ്ങൾ रखते हैं, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ചൂടുകൾ शत्रु को खड़ा कर कर भी वो आपको सम्मानित कर सकता है. അവൻ ശത്രുവിനെ പോലും ഉപയോഗിച്ചുകൊണ്ട് ദൈവം आपके दुश्मन को खड़ा कर कर वो आपको सम्मान दे सकता है. നിങ്ങളുടെ ശത്രുക്കൾ ഉപയോഗിച്ച് ദൈവം നിങ്ങൾക്ക് മാന്യത നൽകി തരും. कोई वहां पर रेवरेंट और बिशप नहीं आया था इंट्रोड्यूस करने. അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബിഷപ്പ് ഒരു റവറന്റ് അവിടെ വന്നില്ല. लेकिन उस जगह का सबसे बड़े शैतान को खड़ा करके बोला, तू मेरे दास को इंट्रोड्यूस कर. അവൻ അവിടുത്തെ ഏറ്റവും വലിയ പിശാച് ബാധിച്ച ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ദൈവം തന്റെ ദാസന് ആ പട്ടണത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. पौलुस के लिए ये इंट्रोडक्शन बड़ा ही जो था ना, वो बहुत ही ज्यादा उसके लिए दिमाग खराब हो गया उसका. അവൻ പൗലോസിന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ തന്റെ തല വെറുത്തു. चलते जाते बस उसने get out इतना बोला, ढंग से उस स्त्री गिर गई, उसके अंदर का सारा भूत चला गया. അവൻ തിരിഞ്ഞു നിന്ന് അവളെ ഒരു വാക്ക് ശാസിച്ചു. അവളുടെ ഉള്ളതായിരിക്കുന്ന പിശാച് അവളെ വിട്ടുപോയി. बोल अब तू बोल. എന്നിട്ട് പറഞ്ഞു, ഇനി പറയാൻ പറഞ്ഞു.
कुछ नहीं बोल रही അവർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. क्योंकि उसके अंदर जो बुलवा था वो तो खत्म हो गया അവളുടെ ഉള്ളിൽ പറയുന്നതായിരിക്കുന്ന ആത്മാവ് അവളെ വിട്ടുപോയി. अगला अपॉइंटमेंट है उसको भविष्य बोलने का അവർക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഭാവി പറയാൻ വേണ്ടി. मास्टर बोला जा उसको भविष्यवाणी दे അവർ പറയാണ് നീ പോയിട്ട് ഭവിഷ്യവാണി അവളോട് പറയും. वो भविष्यवाणी के लिए खड़ी हुई कुछ हो ही नहीं रहा പക്ഷെ അവള് അവൻ പ്രവചനം പറയാൻ വേണ്ടി നിന്നപ്പോ ഇപ്പൊ യാതൊരു പ്രവചനവും क्योंकि इसके अंदर का मोटर निकल गया बाहर കാരണം കൊണ്ട് അകത്ത് പ്രവർത്തിച്ച പ്രവൃത്തി അവൻ ആ ആത്മാവ് അവളിൽ നിന്ന് മാറിപ്പോയി. बोले भविष्य बता അവൻ भविष्य बता അവളോട് പറഞ്ഞു ഭാവി പറയും. वो बोलती मैं बता नहीं सकती मेरे को पता ही नहीं क्या है അവള് പറയാ എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് मास्टर का दिमाग खराब हो गया അവളുടെ യജമാനന്മാരുടെ അവരുടെ വളരെ പ്രയാസപ്പെട്ടു. उन्होंने अपनी कमेटी बुलाया അവരവരുടെ കമ്മിറ്റി വിളിച്ചു. बोला ये कौन आदमी आ गया जो अपना धंधा चौपट करके गया ഇത് ഏത് വ്യക്തിയാണ് ഞങ്ങളുടെ ബിസിനസ് പൊളിച്ചു പോയത്? पूरा धंधा चौपट हो गया हमारा ഞങ്ങളുടെ മുഴുവൻ ബിസിനസ് താഴ്ന്നു പോയി. पूरे मास्टर लोग कमेटी बना के पौलुस के पास गए കമ്മിറ്റി ഉണ്ടാക്കി യജമാനന്മാരെല്ലാം പൗലോസിന്റെ അടുക്കലെത്തി. तूने ऐसा क्या किया कि ये औरत अभी बोलती नहीं है നീ എന്താ ചെയ്തത്? ഇവള് ഭാവി പറയാൻ പറ്റുന്നില്ലല്ലോ. उसने बोला मैंने क्या किया मैंने कुछ नहीं किया പൗലോസ് പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല. लेकिन हुआ ये कि वो मास्टर्स लोगों ने मिलकर पौलुस को पीटना शुरू किया അവർ ഒരുമിച്ച് പൗലോസിനെ അടിക്കാൻ തുടങ്ങി. ध्यान दीजिएगा നിങ്ങളൊന്ന് ചിന്തിക്കണമേ. पीट रहे उसको सड़क में അവരുടേതായിരിക്കുന്ന നടു റോഡിൽ അവനെ അടിക്കുക. मारते मारते पीटते पीटते उसको ले जाकर जेल में डाल दिया അടിച്ചടിച്ച് തന്നെ കൊണ്ടുചെന്ന് ഈ ജയിലിൽ ഇടുവാനിടയായി. लेकिन मैं आपको एक दूसरी चीज बताता हूं പക്ഷെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാം. उस दिन रास्ते चलते सबको एक बात तो पता चल गया ആ വഴിയിൽ നടക്കുന്ന സകലർക്കും ഒരു കാര്യം മനസ്സിലായി. जो भविष्य बताती थी उससे बड़ा है ये ഈ ഭവിഷ്യവാണി പറയുന്ന സ്ത്രീ പറഞ്ഞവർ ആ വ്യക്തിയെക്കാളും जिसके एक आवाज में इसके अंदर का सारा भूत निकल गया उसके अंदर बहुत बड़ा कुछ है ഒറ്റ വാക്കിൽ അവളിലുള്ളതായിരിക്കുന്ന ദുഷ്ടാത്മാവിനെ ശാസിച്ച ഈ വ്യക്തിയുടെ ഉള്ളിൽ അവളെക്കാളും വലുതെന്തോണ്ട്. सड़क में चलते फिरते सारे लोगों ने यीशु मसीह को स्वीकार कर लिया അവൻ ആ പട്ടണത്തിലുള്ളത് ആ വഴിയിലുള്ള സകലരും യേശുവിനെ സ്വീകരിപ്പാൻ. जब लोग पौलुस को चाटा मार रहे थे അവൻ ആളുകളെ പൗലോസിനെ മുഖത്തടിക്കുമ്പോൾ खुदा ने रोका नहीं ദൈവം അത് തടഞ്ഞില്ല. या खुदा ने रोका नहीं ദൈവം അത് തടഞ്ഞില്ല. क्योंकि एक एक चाटे में അവൻ ഓരോ മുഖത്തടിയിലും 50-50 लोग प्रभु यीशु मसीह को स्वीकार कर रहे थे 50 ആളുകളാണ് യേശുവിനെ സ്വീകരിപ്പാൻ. मेरे अजीजों प्रभु ये वहां का चर्च कैसे बढ़ा पता है അവിടുത്തെ സഭ എങ്ങനെ വളർന്നതെന്ന് അറിയാമോ? पौलुस की मार के कारण वहां का कलीसिया बढ़ता गया അവിടെയുള്ളതായിരിക്കുന്ന അടി കൊണ്ടിട്ടാണ് ആ സഭ വളർന്നത്. हालेलुया ഹല്ലേലൂയ. पहले नदी का किनारा था അവൻ ആദ്യം നദിയുടെ नदी किनारे पहुंचा तो लुदिया आ गई അവിടെ ലിഡിയ അവന്റെ അടുക്കലേക്ക് വന്നു. सड़क में चली सड़क में चला അവൻ വഴിയിൽ നടക്കുകയായിരുന്നു. तो वहां पर दुष्ट आत्मा भागा അവിടെ ഉള്ളതായിരിക്കുന്ന ദുഷ്ടാത്മാവ് और വിട്ടുപോയി. हजारों के तादाद में 100 किलो के तादाद में लोग प्रभु यीशु मसीह को स्वीकार करना शुरू किए ആയിരക്കണക്കിന് ആളുകൾ കർത്താവായ യേശുവിലേക്ക് വരുവാനിടയായി. विटनेसिंग कहां हुआ അവൻ സുവിശേഷീകരണം എങ്ങനെയാണ് നടന്നത്? विटनेसिंग कैसा हुआ സാക്ഷ്യതായത് എങ്ങനെയാണ്? यीशु मसीह के लिए पीड़ा सहा അവൻ കർത്താവിന് വേണ്ടി കഷ്ടം मार खाना शुरू किया അവൻ കഷ്ടം സഹിച്ചുകൊണ്ട് वहां पर प्रभु का विटनेसिंग हुआ അങ്ങനെയാണ് കർത്താവിന്റെ സാക്ഷിയായി താൻ प्रभु മാറിയത്. का विटनेसिंग कोट सूट में नहीं अजीजों അവൻ കർത്താവായ യേശുവിന്റെ സാക്ഷിയാകുന്നത് കോട്ട് സൂട്ട് ഇട്ടിട്ടല്ല. माइक में भी नहीं है अजीजों അവൻ माइक में भी അവൻ नहीं ഈ है മൈക്ക് പിടിച്ചിട്ടല്ല സാക്ഷിയാകുന്നത്. बस आप मुझे माइक दे दो मैं खूब प्रचार करूंगा മൈക്ക് കൊണ്ടോ ഞാൻ നല്ല പ്രസംഗിക്കാം. दोस्तों हमारा प्रचार माइक और चर्च के अंदर नहीं बाहर में मसीह यीशु के लिए यदि पीड़ा को सहना पड़े निंदा को सहना पड़े अकेलापन को सहना पड़े तो वहां पर हमारी गवाही शुरू होती है और हमारी गवाहियों में आप नहीं जानते हो जब जब आप मार खा रहे हो ना तो हजारों लोग प्रभु यीशु मसीह की तरफ आ रहे हैं क्योंकि क्रूस की कहानी अब तक खत्म नहीं हुई जब जब आप क्रूस को उठाएंगे तब तक वो कहानी बढ़ती जाएगी അവൻ കർത്താവായ യേശുവിന്റെ സാക്ഷികളാകുന്നത് അവൻ സഭയ്ക്കകത്തല്ല സഭയുടെ പുറത്താണ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവരാജ്യം വിസ്തൃതിയിലേക്ക് വരുവാൻ ഇടയായിത്തീരും. അപ്രകാരമാണ് നാം സാക്ഷികളായി കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. हालेलुया ഹല്ലേലൂയ. समझ में आ गया विटनेसिंग क्या होता है നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സാക്ഷികളാകുന്നത് എങ്ങനെയാണ്? विटनेसिंग मतलब जब सब अच्छा हो तो विटनेसिंग नहीं है സകലതും നന്നായി നടക്കുമ്പോഴല്ല സാക്ഷികളാകുന്നത്. जब सब कुछ बुरा हो रहा हो സകലതും പ്രതിസന്ധിയിലാകുമ്പോൾ जिसका जवाब भी नहीं हो ആമേൻ നമുക്ക് മറുപടി പോലും കാണാൻ സാധിക്കണം. वहां पर खुदा के लिए खड़ा होना അവിടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. वो है विटनेसिंग
അവിടെയാണ് സാക്ഷികളാവുന്നത്. जब परिस्थिति बिल्कुल आपके विरुद्ध हो, ആമേൻ. സകല പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന लोग आपके विरुद्ध में हो जाए, സകലരും നിന്റെ വിരോധമായി നിൽക്കുന്ന सब कुछ खत्म हो जाए, അവിടെ സകലവും അവസാനിക്കുന്നത്, जो हाथ में था वो भी निकल जाए, തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ചിന്തിക്കുന്നത് പോലും वहां शुरू നഷ്ടമാകും. होता है सेवकाई. അവിടെയാണ് കർത്താവിന്റെ വേല ആരംഭിക്കുന്നത്. हालेलुया, ഹല്ലേലൂയ. आपको धन्यवाद करेंगे. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമോ? तो लिदिया के घर में लोग ज्यादा आने लगे. अभी ഇപ്പോൾ ലിഡിയയുടെ വീട്ടിൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. जितने लोगों ने सड़कों में पॉल को देखा था, सब लोग लिदिया के घर पहुंचने लगे. ആമേൻ. വഴിയില് പൗലോസ് അടി കൊള്ളുന്ന എത്ര പേര് കണ്ടോ, അവരെല്ലാം ലിഡിയയുടെ വീട്ടിൽ ആരാധനയ്ക്ക് കൂടി. क्योंकि पॉल वहीं पर प्रचार करता था, കാരണം പൗലോസ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. लेकिन मार खाते खाते इसको उठा के जेल में डाल दिया. അങ്ങനെ ഈ അടിച്ചടിച്ച് തന്നെ കൊണ്ടുവന്ന് ജയിലിലാക്കി. जेल में डाल दिया, जेल में खड़ा. ആമേൻ. ജയിലിൽ ഇപ്പോൾ താൻ കിടക്കുന്നു. और वहां पर जेल में जब पड़ा रहा तो आधी रात को बेचारे लोग गाना गाना शुरू कर दिया. ആമേൻ. രാത്രിയില് താൻ അവിടെ ജയിലിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. क्योंकि इसकी मिनिस्ट्री खत्म नहीं हुई. കാരണം അദ്ദേഹത്തിന്റെ വേല അവസാനിച്ചിട്ടില്ല. नदी किनारे भी मिनिस्ट्री किया, നദിയുടെ അടുത്തും താൻ സുവിശേഷ सड़क में मार खा के भी मिनिस्ट्री किया. ആമേൻ. റോഡിലും താൻ അടികൊണ്ട് സുവിശേഷ വേല ചെയ്തു. अब जेल में आ गया तो मिनिस्ट्री करने के लिए कोई नहीं था, तो जो आराधना कर लेते. ആമേൻ. ജയിലിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടെ സുവിശേഷ വേല ചെയ്യാൻ മറ്റാരുമില്ല. താൻ അവിടെ ആരാധിക്കാൻ തുടങ്ങി. आराधना करना शुरू किया. താൻ അവിടെ ആരാധിക്കാൻ തുടങ്ങി. चेन टूट गया. അവിടെയുള്ളതായിരിക്കും തന്റെ ചങ്ങല അഴിഞ്ഞു. थोड़ी देर बाद दरवाजे खुल गए. ആമേൻ. അവിടെയുള്ള ജയിലിന്റെ വാതിലുകൾ തുറന്നു. जेलर ने इसको देख लिया. ആമേൻ. അവിടെയുള്ളതായിരിക്കുന്ന ജയിലിന്റെ മേധാവി തന്നെ കണ്ടു. मार के अंदर किया था इसको. അടിച്ചിട്ടാണ് ഈ ജയിലിന്റെ അടിയിൽ കൊണ്ടിട്ടത്. जैसे जेलर ने देखा, भाई ये हो क्या रहा, ആമേൻ. ഇത് എന്താ സംഭവിക്കുന്നത്? इतना मार खाने का भी आराधना कर रहा है. ആമേൻ. ഇത്ര അടി കൊണ്ടിട്ടും താൻ ആരാധിക്കുന്നു. इसको लॉक गाना था, मैंने लॉक कैसे खुल गया, ആമേൻ. തന്നെ ഈ ചെയിൻ ഇട്ടിട്ട് ലോക്ക് ചെയ്തായിരുന്നു. പക്ഷേ दरवाजा कैसे खुल गया. ഈ വാതിൽ എങ്ങനെ തുറന്നു? जेलर सीधे आया, उसके पैर पे गिर गया. ആമേൻ. അവിടെ തന്റെ ആ ജയിലർ വന്നിട്ട് തന്റെ കാലിൽ വീണു. दोस्तों, नदी किनारा है तो नदी किनारा, ആമേൻ. सड़क है तो सड़क, जेल है तो जेल. जहां आप यीशु के नाम से खड़े हो जाओगे, लुधिया से लेकर जेलर तक को खुदा ने कन्वर्ट करना शुरू कर दिया. ആമേൻ. നദിയുടെ കിനാരയിലാണെങ്കിൽ നദിയുടെ കിനാരയില്, റോഡിലാണെങ്കിൽ റോഡില്, ജയിലിലാണെങ്കിൽ ജയിലില് കർത്താവിന് വേണ്ടി സാക്ഷികളാകുമ്പോൾ ലുദിയ മുതൽ ഈ ജയിലിന്റെ മേധാവി വരെ കർത്താവിന്റെ ചരണത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയായി. जिसने बुलाया वो सच्चा है, ആമേൻ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. जिसने बुलाया वो सच्चा है. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. जब आपको वो रात को बुला रहा था ना, ആമേൻ. രാത്രി തന്നെ വിളിക്കുമ്പോൾ, जब वो रात को काला आदमी आपको हाथ दे रहा था ना, ആമേൻ, ഒരു കർമ്മൻ തന്നെ കൈ നീട്ടി വിളിക്കുന്നു. खुदा के दिमाग में लिदिया था. ആമേൻ. ആ സമയത്ത് ദൈവത്തിന്റെ ഹൃദയത്തിൽ खुदा के दिमाग में वो स्लेव गर्ल थी. ആമേൻ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആ അടിമ खुदा के പെൺകുട്ടി. दिमाग में वो चलने फिरने वाले लोग थे. ആമേൻ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആ സടക്കിൽ खुदा के दिमाग में जेलर और उसका परिवार था. ആമേൻ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആ ജയിലറും അവന്റെ കുടുംബവും. जिस दिन खुदा ने आपको बुलाया, ദൈവം നിന്നെ വിളിച്ച സമയത്ത്, भाई जिस दिन आपको खुदा ने बुलाया, ആമേൻ, സഹോദരൻ, നിന്നെ ദൈവം വിളിച്ച സമയത്ത്, आप आपकी पत्नी और आपके बच्चे के लिए नहीं बुलाया. ആമേൻ, തന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും जिस വേണ്ടി दिन आपको उसने देखा, ആമേൻ, ഏത് ദിവസം ദൈവം നിന്നെ കണ്ടോ, उस दिन गुरदासपुर में कई औरों को खुदा ने देखा है. ആമേൻ, ആ ദിവസം ദൈവം ഗുരുദാസ്പൂരിലെ കുറെ ആളുകളെ കണ്ടിരുന്നു. उस दिन पंजाब में कई लोगों को खुदा ने ആമേൻ, देखा है. പഞ്ചാബിൽ ദൈവം കുറെ ആളുകളെ കണ്ടു. जिस दिन खुदा ने आपको देखा है, ആമേൻ, ദൈവം നിന്നെ കണ്ടതായ उस സമയത്ത്, दिन खुदा ने बहुत सारे लोगों को अपने परिवार में देखा. ആമേൻ, നിന്റെ കുടുംബത്തിൽ ദൈവം വേറെ, ആമേൻ, ഒത്തിരി പേരെ കണ്ടു. मैं बच गई, मेरा परिवार बच गया, मेरा बच्चा बच गया. नो, आमीन. हजारों लोग और बाकी है. എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, എന്റെ മക്കൾ രക്ഷിക്കപ്പെട്ടു. അല്ല, അനേകരും നിന്നിലൂടെ രക്ഷിക്കപ്പെട്ടു. कितने लोग प्रभु का धन्यवाद कर सकते हैं. എത്ര പേര് ദൈവത്തെ സ്തുതിപ്പാടും. यहाँ से मैं एक बात कहना चाहूंगा. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. जब मैं यहाँ पर ये बात कह रहा हूँ, ആമേൻ, ഞാൻ ഇവിടെ പറയുമ്പോൾ, यहाँ पर परमेश्वर का आत्मा कहता है कि परिवारों में से कई लोग को छुड़ाना बाकी है. ആമേൻ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അനേകരെ രക്ഷയിലേക്ക് വരാൻ ബാക്കി. जहां तुम रहते हो उसके आस पड़ोस में लोगों को छुड़ाना बाकी ആമേൻ, है. നീ എവിടെ താമസിക്കുന്ന അതിന്റെ ചുറ്റുപാടുകളിൽ ദൈവത്തിന് ജ്വലമുണ്ട്. बुलाहट के साथ खड़े हो जाओ. വിശ്വാസത്തോടുകൂടെ നിൽക്കുക. बुलाहट को सुन लो. നിന്റെ വിളിയോടുകൂടെ നിൽക്കുക. खुदा आपको अकेला नहीं, आपके जरिए कईयों को बचाए. ആമേൻ, ദൈവം നിന്നെ മാത്രമല്ല നിന്നിലൂടെ അനേകരെ വിടുവിപ്പാൻ ഇടയായിത്തീരും. ऐसा शुरू हुआ था चर्च ऑफ फिलिपाई. ഫിലിപ്പീനുള്ളതായിരിക്കുന്ന സഭ ഇപ്രകാരമാണ് ആരംഭിച്ചത്. कहानी अच्छी लगी? കഥ ഇഷ്ടപ്പെട്ടോ? ये सिर्फ इंट्रोडक्शन था, ഇത് വെറും introduction. अभी तो मैसेज बाकी है. മെസ്സേജിലേക്ക് വന്നിട്ടില്ല. വരുന്നതായോ? लेकिन इसके बगैर ये मैसेज पूरा नहीं होगा. ആമേൻ. പക്ഷേ ഈ പശ്ചാത്തലം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറയുന്ന സന്ദേശം മുഴുവനാകത്തില്ല. कितने भी हमको बंधन है.
10:57 हो गया। तो फिर ठीक है, लेकिन इसके अंदर ही आपको मैसेज मिला। ഈ ഇൻട്രൊഡക്ഷൻ परमेश्वर आत्मा ने बात किया, सिर्फ इंट्रोडक्शन था, बात किया। अब तो मैसेज अपन शाम को फिर डालेंगे। സന്ദേശം വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കുക. लेकिन मैं आपको ये बात कहना चाहूंगा, ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിക്കും. खुदा के इशारे में चलना शुरू करें आप। ദൈവത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിങ്ങൾ ചൂടുകൾ विटनेसिंग जो है उसका कोई स्ट्रैटेजी नहीं है। സാക്ഷികളാകുന്നതിന് ഒരു സ്ട്രാറ്റജികൾ ഇല്ല. आप जहां खड़े हो जाते हो आप विटनेस हो। നീ എവിടെ നിന്നാലും നീ ദൈവത്തിന് വേണ്ടി സാക്ഷിയാണ്. जब आप एयरप्लेन में चढ़ते हो तब भी आप विटनेस हो। എയർപ്ലെയിനിൽ നീ യാത്ര ചെയ്യുന്ന സമയത്ത് നീ സാക്ഷിയാണ്. भाई जब आपके घरों में ट्रक चल रही हो तब भी आप विटनेस हो। ആമേൻ. ട്രക്ക് നിന്റെ ഓഫീസിൽ ഓടിക്കുന്ന സമയത്ത് നീ സാക്ഷിയാണ്. नर्सेस जब आप हॉस्पिटल में जॉब करते हैं आप विटनेसिंग कर रहे हैं। ആമേൻ. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് നീ സാക്ഷികളാണ്. आईटी वाले जब अपने कंप्यूटर में बैठते हो हमें कंप्यूटर लिखना आईटी प्रोफेशनल्स आप अपने जॉब के साथ जो विश्वसता आप जो पालन करते हो ना, ईमानदारी, वो बताता है कि आप विटनेसिंग कर रहे हो। നീ നിന്റെ ജോലിയോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കും നിന്റെ വിശ്വസ്തത ദൈവത്തിന്റെ സാക്ഷ്യമാണ്. चर्च में प्रभु ने आपको जिस चीज के लिए अपॉइंट किया, എന്തിനാണ് ദൈവം നിന്നെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്? छोटा छोटा जो भी गिफ्ट है, हमें നിന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ചെറിയ ചെറിയ താലന്തുകൾ, you are witnessing, അത് മുഖാന്തരം നീ ദൈവത്തിന് വേണ്ടി സാക്ഷിയാണ്. witnessing, സാക്ഷിയാണ്. लड़े नहीं, ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനല്ല. no competition, അവിടെ കോമ്പറ്റീഷൻ ഇല്ല. यहाँ कोई competition नहीं है। ആമേൻ. ഒരു കോമ്പറ്റീഷനും ഇല്ല. We are on the same team, ആമേൻ. നമ്മളെല്ലാവരും ഒരേ ടീമിലാണ്. but the Holy Spirit wants us to lead us today. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പ്രകാരം നമുക്ക് മുന്നോട്ട് പോവാം. मैं आपको इस इंट्रोडक्शन के अंदर ये कंक्लूजन देना चाहूंगा। ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. Listen, you all have callings. നിങ്ങൾ എല്ലാവരിലും വിളികളുണ്ട്. How many of you know that you have a calling? നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം നിങ്ങൾക്ക് ഒരു വിളിയുണ്ട്? Not necessarily you are going to be a pastor, അത് ഒരു പാസ്റ്റർമാരുടെ കോളിംഗ് but ആയിരിക്കണം. calling is for everybody. പക്ഷെ എല്ലാവരുടെ മേലും വിളിയുണ്ട്. हर एक व्यक्ति जिसको बुलाया उसके अंदर calling है। എല്ലാവരുടെ മേലും വിളിയുണ്ട്. इनकी calling नहीं है, मेरी calling। ആമേൻ. എന്റെ വിളിയല്ല പാസ്റ്ററിന്റെ വിളി. सबकी calling अलग अलग है। എല്ലാവരുടെയും വിളികളിൽ വ്യത്യാസതയുണ്ട്. बट क्या खुदा से आज ये बोल सकते हैं क्या? പക്ഷെ ദൈവത്തോട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ സാധിക്കുമോ? जो भी calling है खुदा, ആമേൻ. കർത്താവ് എന്ത് വിളിയായിരുന്നാലും I am ready to witness. ഞാൻ അങ്ങനെ സാക്ഷിയാവാൻ തയ്യാറാണ്. Even if I have to go through humiliation, ആമേൻ. വളരെ ഹ്യൂമിലിയേഷനിലൂടെ പോകേണ്ടി വന്നു. निंदा उठाना पड़े, ആമേൻ. ആമേൻ. നിന്ദയുടെ അനുഭവത്തിലൂടെ പോകേണ്ടി വന്നാൽ, लाभ की जगह हानि हो जाए, ആമേൻ, എനിക്ക് ലാഭമാകുന്നതിന് പകരം നഷ്ടം സംഭവിച്ചാലും, कुछ भी ज्यादा कुछ लिया नहीं लेकिन देना पड़े, ആമേൻ, ലഭിക്കുന്നതിന് പകരം കൊടുക്കേണ്ടതായിട്ട് വന്നാലും, मरते दम तक, ആമേൻ, മരിക്കുന്നത് आखिरी श्वास तक, എന്റെ അവസാന ശ്വാസം വരെ, इस बुलाहट के लिए मैं खड़े रहूंगा। ആമേൻ, വിളിക്ക് വേണ്ടി ഞാൻ നിൽക്കാനിടയാ. कितने लोग बोल सकते हैं? എത്ര പേർക്ക് പറയാൻ സാധിക്കും? क्या आप खुदा के सामने खड़े हो जाए? ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? एक शर्ट सारी आंखों को बंद करें। കണ്ണുകളെ ഒന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. हालेलुया। ഹല്ലേലൂയ. जब हम खुदा के हुजूरी में खड़े हैं, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു. एक क्षण के लिए समर्पण करें। ആമേൻ. ദൈവസന്നിധിയിലേക്ക് ഒന്ന് നമുക്ക് अपने दोनों हाथों को स्वर्ग की ओर उठाकर ആമേൻ. നമ്മുടെ രണ്ട് ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിക്കാട്ടെ. अपने जुबान से बोले, ആമേൻ. നമ്മുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് ദൈവത്തോട് പറയാം. लॉर्ड तेरी इच्छा पूरी हो जाए, ആമേൻ. അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. तेरी मर्जी हो जाए। ആമേൻ. അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. मैं क्या कर सकता हूँ खुदा? ആമേൻ. ഞാൻ എന്താ ചെയ്യാൻ സാധിക്കുന്നത്? जो भी तू चाहे वो करने के लिए मैं अपने आप को समर्पित ആമേൻ. करता അങ്ങ് ആഗ്രഹിക്കുന്ന ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. हूं। हालेलुया। ഹല്ലേലൂയ. मैं इस योग्य तो था नहीं, ആമേൻ. ഞാൻ ഇതിന് യോഗ്യനല്ല, लेकिन तूने मुझे योग्य बनाया। പക്ഷേ അങ്ങ് എന്നെ യോഗ്യനാക്കി. आज से एक ट्रांसफॉर्मेशन चाहिए खुदा। കർത്താവേ, ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ്. दुनिया का सबसे बड़ा मिरेकल कैंसर हील होना नहीं है। ആമേൻ. സുന്ന പ്രിയോ, നിങ്ങൾ കേൾക്കണമേ. ആമേൻ. ഒരു ക്യാൻസർ മാറുന്നതല്ല ഏറ്റവും വലിയതായിരിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്. सबसे बड़ा मिरेकल मरा हुआ व्यक्ति जिंदा होना नहीं है। മരിച്ച വ്യക്തി എഴുന്നേൽക്കുന്നതല്ല ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത്. सबसे बड़ा मिरेकल है ट्रांसफॉर्मेशन ऑफ द हार्ट। ആമേൻ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ രൂപാന്തരമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. चर्च में जो नहीं होता है सब होता है। यहाँ पर कैंसर चंगा होता है, बीमार चंगे होते हैं, यहाँ पर मुर्दा जिंदा होता है, सब होता है। क्या नहीं होता है? ट्रांसफॉर्मेशन ऑफ द हार्ट। ആമേൻ. वो होना चाहिए। ആമേൻ. പല സഭകളിലും നിന്ന് സംഭവിക്കുന്നത് ആമേൻ മനുഷ്യരുടെ മാറ്റം മാത്രം സംഭവിക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. दिस कैंप, ये कैंप में ആമേൻ. ഈ ക്യാമ്പിൽ प्रार्थना करेंगे,
ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് Change my heart. എന്റെ ഹൃദയത്തെ ഒന്ന് മാറ്റണം I surrender myself, Lord. ഞാൻ എന്നെ തന്നെ എന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു Change my thinking. ആമേൻ എന്റെ വിചാരങ്ങളെ മാറ്റണം Change my understanding. എന്റെ അറിവുകളെ എന്റെ ചിന്തകളെ മാറ്റണം Change my perspective. എന്റെ കാഴ്ചപ്പാടുകളെ മാറ്റണമേ Please change me, Lord. എന്നെ ഒന്ന് മാറ്റണമേ ഒന്ന് പറയാൻ പറ്റുമോ ഒന്ന്? क्या अपनी जुबान खोल के बोल सकते हैं हम? ആമേൻ വായി തുറന്നൊന്ന് പറയാൻ സാധിക്കുമോ कितने लोग चाहते हैं change? ആമേൻ എത്ര പേര് മാറ്റം ആഗ്രഹിക്കുന്നു After 30 years of ministry, I am saying I need a change. ആമേൻ 30 വർഷത്തെ സുവിശേഷ വേലയ്ക്ക് ശേഷം ഞാൻ പറയുകയാണ് ഇന്ന് ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ് I am saying today, I need a change. ആമേൻ ഞാൻ പറയുക എനിക്ക് ഒരു മാറ്റം ആവശ്യമാണ് How many of you will say that? നിങ്ങളിൽ എത്ര പേര് അത് പറയാൻ സാധിക്കും Would you say that to the Lord? കർത്താവിനോടൊന്ന് പറയാമോ Hallelujah. ഹല്ലേലൂയ